ഹലോ എവരിവൺ, വെൽക്കം ടു കൊഡിയൻ. ജാവാസ്ക്രിപ്റ്റ് അറേ മെത്തേഡ്സിൻ്റെ പാർട്ട് 5 സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് അറേ മെത്തേഡ്സായ പുഷ്, പോപ്പ്, ഷിഫ്റ്റ്, അൺഷിഫ്റ്റ് മെത്തേഡ്സിനെ പറ്റിയാണ്. ഫസ്റ്റ് മെത്തേഡ് ഡോട്ട് പുഷ്. The push method of array instances add the specified elements to the end of an array and returns the new length of the array. ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ ഒരു അറേ ഡോട്ട് പുഷ് വിളിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ഏത് എലമെൻറ്റ്സ് ആണോ ആ പുഷ് മെത്തേഡിൻ്റെ ഉള്ളിലോട്ട് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണേ ആ എലമെൻറ്റ്സ് അറേയിലോട്ട് ആഡ് ആവും. അതിൻ്റെ ഒപ്പം തന്നെ പുതിയ അറേയുടെ ലെങ്ത് റിട്ടേൺ ചെയ്യുകയും ചെയ്യും. നമുക്കിനി കോഡ് നോക്കാം. ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞൊരു വേരിയബിളിലോട്ട് ഒരു അറേ അസൈൻ ചെയ്ത് വെക്കുകയാണ്. അറേയുടെ എലമെൻറ്റ്സ് ആയിട്ട് ആപ്പിൾ, ബനാന രണ്ട് സ്ട്രിങ് ഡിഫൈൻ ചെയ്യുകയാണ്. ദെൻ ന്യൂ ലെങ്ത് പറഞ്ഞൊരു വേരിയബിൾ ഡിഫൈൻ ചെയ്ത് നമ്മൾ മുന്നേ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സ് ഡോട്ട് പുഷ് ഓറഞ്ച് എന്ന ഒരു സ്ട്രിങ് പാസ് ചെയ്ത് കൊടുക്കുക. ഈ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ പുതിയ സ്ട്രിങ് ഫ്രൂട്ട്സ് അറേയിലോട്ട് ആഡ് ആവും. അത് നോക്കാൻ വേണ്ടി കൺസോൾ ഡോട്ട് ലോഗ് ചെയ്ത് നോക്കാം. ഫ്രൂട്ട്സും ലോഗ് ചെയ്ത് നോക്കാം, ന്യൂ ലെങ്ത് പറഞ്ഞ വേരിയബിളും ലോഗ് ചെയ്ത് നോക്കാം. ഫ്രൂട്ട്സ് വേരിയബിൾ ലോഗ് ചെയ്യുമ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള അറേയും ന്യൂ ലെങ്ത്തിൽ പുതിയ ലെങ്ത്തും മുന്നേ 2 ആയിരുന്നു, ഇപ്പോൾ 3 ആണ്, അതും റിട്ടേൺ ചെയ്ത് തരുന്നത് കാണാം. ബ്രൗസറിൽ ഔട്ട്പുട്ട് നോക്കിയാലും ഈ സെയിം റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ മുന്നത്തെ എക്സാമ്പിൾ നമ്മൾ ഓറഞ്ച് വൺ സിംഗിൾ സ്ട്രിങ് ആണ് പുഷ് ചെയ്തത്. ഈ പുഷ് മെത്തേഡിലോട്ട് മൾട്ടിപ്പിൾ എലമെൻറ്റ്സ് പുഷ് ചെയ്ത് വിടാം. അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ ഫ്രൂട്ട്സ് ഡോട്ട് പുഷ് മാംഗോ ആൻഡ് കിവി നമ്മൾ പാസ് ചെയ്യുമ്പോൾ ഇത് രണ്ടും ആഡ് ആവും. ഫ്രൂട്ട്സ് വേരിയബിൾ കൺസോൾ ഡോട്ട് ലോഗ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അപ്ഡേറ്റഡ് അറേ വരുന്നത് കാണാം. നെക്സ്റ്റ് അറേ മെത്തേഡ് ഡോട്ട് പോപ്പ് ആണ്. The pop method of array instances removes the last element from an array and returns that element. This method changes the length of the array. ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ ഒരു അറേയിൽ ഡോട്ട് പോപ്പ് വിളിക്കുകയാണെന്ന് വെച്ചാൽ അതിലെ ലാസ്റ്റ് എലമെൻറ്റ്, അറേയിലെ ലാസ്റ്റ് എലമെൻറ്റിനെ റിമൂവ് ചെയ്യും, ഒരു വേരിയബിളിലോട്ട് ആ എലമെൻറ്റിനെ റിട്ടേൺ ചെയ്യാൻ പറ്റുകയും ചെയ്യും. എക്സാമ്പിൾ നോക്കാം. ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു അറേ ഡിഫൈൻ ചെയ്യാണ്. ആപ്പിൾ, ബനാന, ഓറഞ്ച് 3 സ്ട്രിങ്സ് ആണ് അതിലെ എലമെൻറ്റ്സ്. ദെൻ ലാസ്റ്റ് ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യണം, ഈക്വൽ ടു ഫ്രൂട്ട്സ് ഡോട്ട് പോപ്പ്. അതായത് ഫ്രൂട്ട്സ് അറിയുന്ന ഡോട്ട് പോപ്പ് മെത്തേഡ് വിളിക്കുമ്പോൾ റിട്ടേൺ ചെയ്യുന്ന ഇവിടെ ഓറഞ്ച് ആണ് ലാസ്റ്റ് എലമെൻറ്റ്. ഫ്രൂട്ട്സ് ഡോട്ട് പോപ്പ് വിളിക്കുമ്പോൾ ലാസ്റ്റ് ഫ്രൂട്ടിലോട്ട് ഓറഞ്ച് അസൈൻ ആവും. ഈ വേരിയബിൾസിനെ ലോഗ് ചെയ്ത് നോക്കാം. ലാസ്റ്റ് ഫ്രൂട്ട് വേരിയബിളിൻ്റെ വാല്യൂ ഓറഞ്ചും ഫ്രൂട്ട്സ് അറേയുടെ വാല്യൂ ആപ്പിൾ, ബനാന സ്ട്രിങ്സ് മാത്രമുള്ള ഒരു അറേയാണ് നമുക്ക് കിട്ടുക. നെക്സ്റ്റ് മെത്തേഡ് നോക്കാം, ഡോട്ട് ഷിഫ്റ്റ്. The dot shift method of array instances removes the first element from array and returns a removed element. This method changes the length of the array. Dot shift method arrayയുടെ ഫസ്റ്റ് എലമെൻറ്റിനെ റിമൂവ് ചെയ്യും. ഡോട്ട് പോപ്പ് അറേയുടെ ലാസ്റ്റ് എലമെൻറ്റിനെയാണ് റിമൂവ് ചെയ്യണേ. ഡോട്ട് ഷിഫ്റ്റ് ഫസ്റ്റ് എലമെൻറ്റിനെ റിമൂവ് ചെയ്യും. ഇനി കോഡ് നോക്കാം. ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു അറേ ഡിഫൈൻ ചെയ്യണം. ആപ്പിൾ, ബനാന, ഓറഞ്ച് അതിൽ എലമെൻറ്റ്സ് അറേ ഡിഫൈൻ ചെയ്തു. ദെൻ ഫസ്റ്റ് ഫ്രൂട്ട് നമുക്കറിയാം ഷിഫ്റ്റ് അറേയിലെ ഫസ്റ്റ് എലമെൻറ്റിനാണ് റിമൂവ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് ഡോട്ട് ഷിഫ്റ്റ് വിളിക്കുകയാണെങ്കിൽ അതിലെ ഫസ്റ്റ് എലമെൻറ്റിനാണ് നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുക. സോ ഫസ്റ്റ് ഫ്രൂട്ട് ഈക്വൽ ടു ഫ്രൂട്ട്സ് ഡോട്ട് ഷിഫ്റ്റ് വിളിക്കുക, എന്നിട്ട്
കൺസോൾ ഡോട്ട് ലോഗ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്രൂട്ടിൻ്റെ വാല്യൂ ആയിട്ട് ആപ്പിൾ എന്ന് പറഞ്ഞ സ്ട്രിങ്ങും ഫ്രൂട്ട്സിൻ്റെ വാല്യൂ ആയിട്ട് ബനാന, ഓറഞ്ച് ഉള്ള ഒരു അറേയും കിട്ടും. ബ്രൗസറിൽ ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ ഇത് പ്രിൻ്റ് ചെയ്ത് വരുന്നത് കാണും. നെക്സ്റ്റ് മെത്തേഡ് ഡോട്ട് അൺഷിഫ്റ്റ്. The unshift method of array instances adds the specified elements to the beginning of an array and returns the new length of the array. ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ ഒരു അറേയിൽ ഡോട്ട് അൺഷിഫ്റ്റ് വിളിക്കുമ്പോൾ ഡോട്ട് അൺഷിഫ്റ്റ് മെത്തേഡിൻ്റെ ഉള്ളിലോട്ട് പാസ് ചെയ്യുന്ന എലമെൻറ്റിനെ ഒറിജിനൽ അറേയുടെ ബിഗിനിങ്ങിലോട്ട് സ്റ്റാർട്ടിങ്ങിലോട്ട് ആഡ് ചെയ്യും. എക്സാമ്പിൾ നോക്കാം. ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞൊരു അറേ ഡിഫൈൻ ചെയ്യാണ്. ബനാന, ഓറഞ്ച് അതിൻ്റെ എലമെൻറ്റ്സ് ആയിട്ട് ഡിഫൈൻ ചെയ്തതാണ്. കോൺസ്റ്റ് ന്യൂ ലെങ്ത് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിളിനെ ഡിഫൈൻ ചെയ്യാം. സോ ബേസിക്കലി എന്താ ചെയ്യുന്നത്, അൺഷിഫ്റ്റ് ചെയ്യുമ്പോൾ പുതിയ അറേയുടെ ലെങ്ത് നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടും. ഫ്രൂട്ട്സ് അറേയിലോട്ട് ആപ്പിൾ എന്ന് പറഞ്ഞ ഒരു സ്ട്രിങ്ങിനെ നമ്മൾ അൺഷിഫ്റ്റ് ചെയ്യണം. സോ ഫ്രൂട്ട്സ് അറേയിലെ സ്റ്റാർട്ടിങ്ങിലോട്ട് ആപ്പിൾ സ്ട്രിങ്ങിനെ ആഡ് ചെയ്യണം. സോ ആഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ അറേയുടെ ഫ്രൂട്ട്സ് അറേയുടെ ലെങ്ത് 2 അൺഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ അത് ലെങ്ത് 3 ആവും. ആ 3 ന്യൂ ലെങ്ത് വേരിയബിളിലോട്ട് നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടും. നമുക്കിതിനൊന്ന് കൺസോൾ ഡോട്ട് ലോഗ് ചെയ്ത് നോക്കാം. ലെങ്ത് 3 ഫ്രൂട്ട്സ് അറേയുടെ വാല്യൂ ആപ്പിൾ, ബനാന, ഓറഞ്ച് എന്ന അറേയും വരുന്നത് കാണാം. ഇതോടെ ഈ വീഡിയോ എൻഡ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.